നെയ്യാറ്റിൻകര ദേവസ്വം സബ് ഗ്രൂപ്പ് പരിധിയിലെ ക്ഷേത്ര സ്വത്തുക്കൾ കാണാതായതിൽ വീഴ്ച തുറന്ന് സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പരിശോധന നടത്തും. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട്. വിജിലൻസ് അന്വേഷണം നേരിടുന്ന മേൽശാന്തിയെ നിയമിച്ചത് കഴിഞ്ഞ ദേവസ്വം ബോർഡാണെന്ന് കെ ജയകുമാർ അറിയിച്ചു. എൻ്റെ കാലത്ത് ചെയ്തതല്ല, കഴിഞ്ഞ ബോർഡാണ് ചെയ്തിരിക്കുന്നത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പുതിയ മേൽശാന്തി നിയമനത്തിനുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ ആയി. ഏതായാലും ഇങ്ങനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് അത് പരിശോധിക്കുക മാത്രമല്ല, ഇനി നടത്താൻ പോകുന്ന മേൽശാന്തി നിയമനത്തിൽ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഈ വാർത്ത എനിക്കൊരു പ്രേരണയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതൊന്നും അന്തിമമായിട്ട് നമുക്കൊരു നിഗമനത്തിലെത്താറായിട്ടില്ല. കോടതി അത് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് പൂർത്തിയാക്കി കൊടുക്കും. അപ്പോൾ മാത്രമേ നമുക്ക് അവിടെ നഷ്ടം വന്നിട്ടുണ്ടോ കളവ് പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മിസ്മാച്ചസ് ഉണ്ട്. ആ മിസ്മാച്ചസ് അവർക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. വിശദാംശങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നു. വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഈ വിഷയം നിരന്തരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചത് ജനം TV-യാണ്. തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ ഈ വാർത്തകൾ ഓരോന്നായി പുറത്തുവിട്ടത്. ഈ നെയ്യാറ്റിൻകര ദേവസ്വം സബ് ഗ്രൂപ്പ് പരിധിയിലെ ക്ഷേത്ര സ്വത്തുക്കൾ ഇത് കാണാതായെന്ന വാർത്തകൾ നേരത്തെയും സജീവമായി തന്നെ ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടാതിരുന്ന അധികൃതർ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം. ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, ഇതിങ്ങനെ തുറന്ന് സമ്മതിച്ചാൽ മാത്രം പോരല്ലോ, ഇതിനൊക്കെ ഒരു നടപടി വേണ്ടേ? ശ്യാം, നെയ്യാറ്റിൻകര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെയ്യാറ്റിൻകര സബ് ഗ്രൂപ്പിൽപ്പെട്ട 20ഓളം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാനമായും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് അടക്കമാണ് 20ഓളം ക്ഷേത്രങ്ങളിലെ ഈ വെള്ളി സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിൽ പുറം ലോകത്തെ എത്തിക്കുന്ന വാർത്ത നമ്മൾ പുറത്തുവിടുകയും ചെയ്തത്. എന്തായാലും ഇതിൽ പ്രധാനമായും വീഴ്ച സംഭവിച്ചതായി ദേവസ്വം ബോർഡ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ബോർഡ് പ്രസിഡന്റ് പ്രതികരണം തേടിയപ്പോഴേക്കും ഇക്കാര്യത്തിൽ ചില മിസ്മാച്ചുകൾ, അതായത് അവിടെ നടന്ന പരിശോധനയിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിലെ പരിശോധനയിൽ ചില കണ്ടെത്തലുകൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. എന്നാൽ ഇപ്പോൾ പരിശോധന തുടരുകയാണെന്നും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം വ്യക്തത വരുത്താമെന്നുമാണ് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഈ സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിൽ 20ഓളം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിൽ ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചതായിട്ടുള്ള ഒരു കുറ്റസമ്മതം തന്നെയാണ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ വിശദീകരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും നിലവിൽ 20ലധികം ക്ഷേത്രങ്ങളുടെ പ്രധാനപ്പെട്ട മൂല്യം വരുന്ന അമൂല്യമായ വസ്തുക്കളടക്കം ഈ കാണാതായതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിലെ പരിശോധന തുടരുകയാണ്. എത്രയാണ് അല്ലെങ്കിൽ പോയതെന്നുള്ള കാര്യത്തിൽ, നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഉരുപ്പടികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ബോർഡിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഈ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ഒരു അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് നിലവിൽ നിർദ്ദേശം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കൈമാറിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്തായാലും ഈ ഒരു അടിയന്തര റിപ്പോർട്ടിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ബോർഡിൻ്റെ ആലോചന. ശ്യാം. ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.